അങ്ങനെ വേൾഡ് കപ്പിലെ ഫസ്റ്റ് സെമി ഫൈനൽ ആയിട്ടുണ്ട്. സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ്. ഒരു പടക്കം കളി വെയിറ്റിംഗ് ആണ്. ലമീൻ യമാൽ വേഴ്സസ് കിലിയൻ എംബാപ്പെ ആയിരിക്കും ആ കളീൻ്റെ മെയിൻ ഹൈലൈറ്റ് എങ്കിലും ഇവർ രണ്ടാളും ആയിരിക്കില്ല. അതായത് കിലിയൻ എംബാപ്പെ ഓഫ് കോഴ്സ് ആയിരിക്കും, ബട്ട് സ്പെയിൻ മോർ ഓവർ ലമീൻ്റെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ടീം ആയിട്ട് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. കാരണം സ്പെയിൻ ഈസ് മോർ ഓഫ് എ ടീം. ഒരു വളരെ ബെറ്റർ ടീം കോർഡിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫ്രാൻസിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ടീമാണ്. മീൻസ് ടീം കോർഡിനേഷനിൽ മാത്രം സ്പെയിൻ. നേരെ മറിച്ച് ഫ്രാൻസിലാണെങ്കിൽ അറ്റാക്കിന് ഭയങ്കര ഒരു ഡെപ്തും അറ്റാക്കിൻ്റെ ഒരു ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അറ്റാക്ക് അവരെ ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറ്റിക്കഴിഞ്ഞാൽ വെറും ഒരു കംപ്ലീറ്റ്ലി ഒരു ആവറേജ് ടീം. വളരെ വലിയ കോർഡിനേഷനോ ഡിഫെൻഡിങ്ങിൽ ആ ഒരു വർക്ക് റേറ്റോ ഒന്നും തന്നെ, പാസിങ്ങിലോ ആ ഒരു ഇത് മികവില്ല. പക്ഷെ അറ്റാക്ക് അവരെ ഷാർപ്പ് അറ്റാക്കാണ്. അതിലാണ് അവർ പിടിച്ചു നിൽക്കുന്നത് ഫ്രാൻസ്. ആ ഒരു അറ്റാക്കിന് ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം വേൾഡ് കപ്പിലില്ല എന്നുള്ള ഫാക്ട് തന്നെയാണ്. പക്ഷെ ഒരു ടീം വേഴ്സസ് ഒരു ടീം, മറ്റേ ടീമിൻ്റെ അറ്റാക്ക്, അതായിരിക്കും നമുക്ക് ഈ കളിയിൽ കാണാൻ പറ്റുമെന്നുള്ള എനിക്ക് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഒരു വേൾഡ് കപ്പിൽ സെമി ഫൈനലിന് പറ്റിയ, അതായത് യൂറോ 2024 അതേ ഡിക്റ്റോ ഫൈനലിൻ്റെ റിപ്പീറ്റ് തന്നെയാണ് ഈ ഫൈനലും വരുന്നത്. ഈ സെമി ഫൈനലിൻ്റെ അതേ ഡിക്റ്റോ റിപ്പീറ്റ് തന്നെയാണ് ഈ സെമി ഫൈനലും. സോ ഫ്രാൻസ് അതിന് പകരം വിട്ടോ അതോ വീണ്ടും സ്പെയിൻ തന്നെ ജയിച്ചു പോകുമോ എന്നുള്ളത് വലിയൊരു ഒരു എക്സൈറ്റിംഗ് മാച്ചാണ് നമുക്ക് മുന്നിലിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇപ്പോൾ സ്പെയിൻ വേഴ്സസ് ബെൽജിയം കളിയിൽ എനിക്ക് പറയാനുള്ള ഒറ്റൊരു കാര്യമുള്ളൂ. പൊന്നു മോനെ, എങ്ങനെയാണ് ഉനായ് സിമോൻ ഈ ടീമിൻ്റെ ഫസ്റ്റ് ചോയ്സ് കീപ്പറായിട്ട് ഇരിക്കുന്നതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. എത്ര കാലമായി മച്ചാൻ എക്സ്പോസ്ഡ് ആവാൻ തുടങ്ങിയിട്ട്. ഈ വേൾഡ് കപ്പിൽ തന്നെ ആ സൗദി അറേബ്യനായിട്ടുള്ള കളിയിൽ തൊട്ട് അണ്ണൻ എക്സ്പോസ് ആവാൻ തുടങ്ങിയതാണ്. 2 ടോപ്പ് ക്ലാസ് കീപ്പർ ഉണ്ട്, ജോയൻ ഗാർസിയും ഡേവിഡ് റയയും. ഈ രണ്ടാളെയും വെച്ചിട്ട് എന്തിനാ ഈ ഉനോയ് സിമോണിനെ ഫസ്റ്റ് ചോയ്സ് കീപ്പർ ആക്കുന്നത്? ലോകത്ത് ഒരാളും ചെയ്യാത്ത ഒരു മണ്ടത്തരാണ് ലൂയിസ് ഡെഫ്ലിൻ്റെ ചെയ്യുന്നത്. പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഫ്രാൻസിനായിട്ടായിരിക്കും ഈ ടൂർണമെന്റിൽ ആകെ ഒരു ഗോളേ വിട്ടിട്ടുള്ളൂ. പക്ഷെ ചിലപ്പോൾ ഫ്രാൻസിനായിട്ടുള്ള കളിയിലായിരിക്കും നല്ലോണം പൊട്ടത്തരം ചെയ്യാൻ പോകുന്നത്. അന്ന് അത് കഴിഞ്ഞിട്ട് മാറ്റിയിട്ട് പിന്നെ കാര്യമില്ല. ഐ തിങ്ക് ജോയൻ ഗാർസിയക്ക് ആ ഒരു ഇത്രയും ഒരു ടോപ്പ് ലെവൽ ടൂർണമെന്റുകളിലുള്ള എക്സ്പീരിയൻസ് കുറവായത് കാരണം ഐ തിങ്ക് ഡേവിഡ് റയ സ്റ്റാർട്ട് ചെയ്യണം അടുത്ത കളി സ്പെയിനിന്. പക്ഷേ ഇത്രയും സെമി ഫൈനൽ വരെ ഉനായ് സിമോണിനെ കളിപ്പിച്ചിട്ട് സെമി ഫൈനലിൽ ഡേവിഡ് റയനെ കളിപ്പിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഓഫ് കോഴ്സ് ഇല്ല. ഇവനെ 5 ഓൺ ഗോൾ അടിച്ചാൽ പോലും ഇവനെ ഉനായ് സിമോണിനെ മാറ്റാൻ പറ്റില്ല. കാരണം പുള്ളിക്കാരൻ്റെ എന്തോ ഒരു ദത്തുപുത്രനാണ്, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഉനായ് സിമോൺ. കാരണം അവർ തമ്മിൽ കുറേ ബന്ധങ്ങളൊക്കെ ഉണ്ട്. മറ്റേ ജൂനിയർ ടീമിലുള്ള സമയത്ത് അണ്ടർ 21 ടീമിലൊക്കെ ലൂയിസ് ഡെഫ്ലിൻ്റെ ഈ സിസ്റ്റത്തിൽ വളർന്നു വന്ന ആൾ തന്നെയാണ്. അതുകൊണ്ടൊക്കെയാണ് ഈ ഇതുള്ളത്. അതായത് യുനൈ സിമോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും ബെറ്റർ 2 കീപ്പേഴ്സ്. ഈ 3 കീപ്പേഴ്സിനെ വെച്ചാൽ ഡേവിഡ് റയ തേർഡേ വരുള്ളൂ. എന്നിട്ടാണ് ഡേവിഡ് റയ സ്പെയിനിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആർസൻ വെങ്ങർ പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് ഫ്രാൻസ് ഈ ഫയർ പവർ ഉള്ള ഫ്രാൻസിനെ ഒതുക്കണമെങ്കിൽ സ്പെയിനിനെ കൊണ്ടേ പറ്റുള്ളൂ. അത് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷനിൽ സ്പെയിന് എത്രയും ബോറിംഗ് ആക്കാൻ പറ്റുമോ അത്രയും ബോറിംഗ് ആക്കിയിട്ട് ഉള്ള കളിയാണ് സ്പെയിൻ കളിക്കുന്നത്. ഈ ടൂർണമെന്റിൽ ഉടനീളം അങ്ങനെ അവരെ കളിച്ചു വന്നിട്ടുള്ളത്. പൊസിഷൻ വെച്ച് മറ്റ് ടീമിനെ ബോറടിപ്പിക്കും. അതായത് ഓപ്പോസിറ്റ് കളിക്കുന്ന ടീമിനെ അവർ ഫ്രസ്ട്രേറ്റഡ് ആക്കും ബോൾ കൊടുക്കാതെ. ആ ഒരു ടാക്റ്റിക്കിൽ മാത്രമാണ് ഐ തിങ്ക് ഫ്രാൻസിനെ അവർക്ക് ബീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേ ടാക്റ്റിക്ക് ഇവർക്കെതിരെ എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് 2 ടൈമിലും ഇത് തന്നെ ഉണ്ടായത്. പക്ഷേ ഗോൾസ് കൺസീഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു 20-20 മാച്ച് തന്നെയാണ്. പക്ഷേ കൗണ്ടർ കിട്ടിയ സ്പെയിൻ്റെ കാര്യം തീർന്നു. കാരണം സ്പെയിനിൽ ഒരാൾ പോലും ഇല്ല ഈ ഫ്രാൻസിൻ്റെ അറ്റാക്കിൻ്റെ അത് ആ പേസിനെ ഓടിപ്പിടിക്കാനുള്ളത്. പിന്നെ മറ്റേ ഉനായ് സിമോനാണ് ഗോളി, പറയും വേണ്ട, തട്ടിക്കഴിഞ്ഞാൽ ഗോളാണ്. അപ്പോൾ ഈ സ്പെയിനിന് ഒരു ചാൻസ് എന്നുള്ളത് ഞാൻ കരുതുന്നത് സ്പെയിനിൻ്റെ പൊസിഷൻ ഗെയിമാണ്. ആ പൊസിഷൻ ഗെയിമിൽ ഫ്രാൻസിന് എത്ര ഫ്രസ്ട്രേറ്റഡ് ആക്കാൻ പറ്റും എന്നുള്ളതോ അത്രയും അവർക്ക് സ്പെയിനിന് വിൻ പെർസെൻറ്റേജ് കൂടുതലാണ്. എനിക്ക് തോന്നുന്നത് അത് തന്നെയായിരിക്കും സ്പെയിൻ ഈ കളി ജയിക്കാനുള്ള മെയിൻ ഫാക്ടർ. ഫ്രാൻസിന് പിന്നെ ഓഫ് കോഴ്സ് അവർ അറ്റാക്ക് തന്നെയാണ്. അറ്റാക്കും ഡിഫൻസിൽ അവർ കാര്യമായ മിസ്റ്റേക്സ് ഒന്നും
ഈ കൊല്ലം വരുത്തിയിട്ടില്ല, ഈ വേൾഡ് കപ്പിൽ വരുത്തിയിട്ടില്ല. സോ ഐ തിങ്ക് ഇതൊരു ഒരു കിഡിലൻ സെമി ഫൈനലാണ്. ഫസ്റ്റ് സെമി ഫൈനൽ നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഈ വേൾഡ് കപ്പിൽ അതായത് ഒരു ഫൈനലിന് മുന്നേ ഒരു ഫൈനൽ കാണാൻ പറ്റുന്ന ഒരു കളി പോലത്തെ കളിയാണ്. കാരണം ഞാൻ ഈ കളി എക്സ്പെക്ട് ചെയ്തിരുന്നത് വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് എക്സ്പെക്ട് ചെയ്ത ഒരു ഫൈനലായിരുന്നു. പക്ഷെ ഫൈനൽ എന്തായാലും ഈ രണ്ട് ടീമും ഒരു സ്ലോട്ട് സൈഡിൽ ഇതിൻ്റെ ഫിക്സറിൻ്റെ ഒരു സൈഡിൽ വന്നതുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല. സോ സെമി എങ്കിൽ സെമി. പക്ഷെ കാണുന്നവന്മാർ അതായത് ന്യൂട്രലായിട്ട് ഈ കളി കാണുന്നവർക്ക് അടിപൊളിയായിരിക്കും. എൻ്റെ ടീം സ്പെയിനാണ്. ഞാൻ സ്പെയിനിന് വേണ്ടിയിട്ട് റൂട്ട് ചെയ്യുന്ന ആളാണ്. സോ ഐ ഹോപ്പ് സ്പെയിൻ വിൻസ്. പിന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ.